ആശയങ്ങളെ ആഴത്തിൽ പതിപ്പിക്കുവാൻ ഉപയുക്തമായ മാർഗം കലകളിലേക്ക് അവയെ സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർശനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ലോകത്ത് നിലനിൽക്കുന്നുവെങ്കിൽ കലയുടെ പരിചരണം അവയെ ആഴത്തിൽ തലോടി എന്നതാണ് അർത്ഥം. സംസ്കാരങ്ങളുടെയും നാഗരികതകളുടെയും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശില്പങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചും കഥകളിൽ നിന്ന് കേട്ടുപഠിച്ചും പാട്ടുകളിൽ നിന്ന് പാടിപ്പഠിച്ചും ആളുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് പരമാർത്ഥമാണ്. മലബാറിലെ മാപ്പിള സംസ്കാരങ്ങളുടെ പരിരക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിച്ചത് മാപ്പിള കലകളാണ് എന്നതിൽ ആർക്കും നിഷേധിക്കുവാൻ സാധിക്കാത്ത ഒരു നഗ്ന സത്യമാണ്. കോൽക്കളിയിലെ ചടുതലയും ദഫുമുട്ടിലെ രൗദ്രതയും മാലപ്പാട്ടിലെ ഭക്തിയും ഇസപ്പാട്ടിലെ ചരിത്രാവിഷ്കാരവും ഒപ്പനപ്പാട്ടിലെ ലാസ്യഭംഗിയും മാപ്പിള സംസ്കാരത്തിൻ്റെ നിദാനമായി നിലനിൽക്കുന്നു എന്നുള്ളത് പരമയാഥാർത്ഥ്യം. ഖുർആൻ പാരായണം ചെയ്ത വിരുപ്പിൽ നിന്ന് മാലപ്പാട്ടുകൾ ഭക്തിയോട് പാടിയ ഒരു സമൂഹം ലളിത സുന്ദരമായ സംഗീത ശാഖയെ ജീവിപ്പിക്കുന്നതിൻ്റെ നല്ല ഭാഗമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ വരുന്നതിന് എത്രയോ മുമ്പ് കാവ്യ ഭംഗിയുടെ പ്രതീകമായ മുഹീദ്ദീൻ മാല ഈ കേരളക്കരയിൽ ഇന്ത്യ രാജ്യത്ത് പ്രചരിച്ചതും പ്രചാരം നേടിയതും അത് ഇവിടെയുള്ള ഒരു വലിയ സമൂഹം നെഞ്ചിലേക്കിയതുമൊക്കെ അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. പിന്നെയും പോരാട്ടങ്ങൾ മുതൽ മലപ്പുറം വരെയുള്ള പടപ്പാട്ടുകൾ ജീവിതത്തിൻ്റെ ആവേശമായി ഇന്നും പുതിയ തലമുറകൾ കൊണ്ടാടുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഉത്തമ ഉദാഹരണങ്ങളാണ് എന്നത് നാം എപ്പോഴും മറന്നുകൂടാത്ത ഒരു നഗ്ന സത്യമാണ്. കാല തലമുറയിലെ പണ്ഡിതന്മാർ, നിമിഷ കവികളായിരുന്ന മഹത്തുക്കൾ, അവരൊക്കെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുസ്ലിം സമുദായത്തെ എത്തിക്കുന്നതിൽ അവരുടെ കാവ്യ ശൃംഖലകൾ നൽകിയ സംഭാവനകൾ നാം വിസ്മരിച്ചു. പക്ഷേ ഇന്ന് പുതിയ തലമുറയിലുള്ള വലിയ ഒരു യുവജന സമൂഹം പഴയകാല മാപ്പിള കലാശാഖകളെ തീർത്തും അവഗണിക്കുന്ന രീതിയിലുള്ളതാണ് അവരുടെ പ്രയാണവും പ്രവർത്തനവും. ഇതിന് നമുക്കൊരു പരിഹാരം കണ്ടേ മതിയാവും. നമുക്കറിയാം, നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ വിശിഷ്യ മഞ്ചേശ്വര നിയോജക മണ്ഡലത്തിൽ മൊഗ്രാലിലെ മർഹൂം നമ്മുടെ സ്നേഹഭാജനമായിരുന്ന മർഹൂം ആമുച്ചു, അതേപോലെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന മഞ്ചേശ്വര നിയോജക മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലകളിലും ബഹുജന സാമാന്യത്തിൻ്റെ കണ്ണിലുണ്ണിയായിരുന്ന മർഹൂം കോട്ടി അബ്ദുറഹ്മാൻ സാഹിബ്, അവരൊക്കെയും ഇതേപോലുള്ള മാപ്പിള കലകൾക്ക് അല്ലെങ്കിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന കൈമുട്ട് പാട്ടിന് അവർ നൽകിയ സംഭാവനകൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഇത്തരത്തിലുള്ള കലകൾ നമ്മുടെ നാട്ടിൽ പഴയ തനിമയോടുകൂടി നിലനിൽക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഹുമാന്യനായ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട MLA, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വികസന ശില്പി ജനാബ് PB അബ്ദുൾ റസാഖ് സാഹിബ് MLA, കേരള നിയമസഭയിലും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഇത്തരത്തിലുള്ള കലാ പരിപാടികളെ പരിപോഷിപ്പിക്കുന്നതിലും പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി ഒരു അക്കാദമി കേരള സർക്കാരിൽ നിന്ന് ലഭിക്കുവാനായുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടർന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം മണിയമ്പാറയിൽ വെച്ച്
നടന്ന വിവാഹ ചടങ്ങിൽ MLA-യും പഴയകാല നാട്ടിലെ കാരണവന്മാരും കൂടി നടത്തിയ ഒരു കൈമുട്ട് പാട്ടാണ്. ഇത്തരത്തിലുള്ള കൈമുട്ട് പാട്ടുകൾ കല്യാണ വീടുകളിൽ നടക്കുന്നത് കൊണ്ട് ഈ സമൂഹത്തിന് വലിയ ഉപകാരമാണ് ലഭിക്കുന്നത്. കാരണം ഇന്ന് പുതിയ ആപ്പിളെ ആനയിക്കുമ്പോൾ പുതിയ തലമുറയിലുള്ള യുവസമൂഹം ചെയ്യുന്നത് ആഭാസകരമായ സംഭവങ്ങളാണ്. ബൈക്ക് റാലിയും അതേപോലെ എന്തൊക്കെയോ കോമാടിത്തരങ്ങളും നടത്തുന്നു. പക്ഷേ പഴയ കാരണവന്മാരുടെ നേതൃത്വത്തിൽ കൈമുട്ടുപാട്ടും പാടി പോകുമ്പോൾ അവർ പഴയ കാരണവന്മാരുടെ നിയന്ത്രണത്തിൽ തീർത്തും അച്ചടക്കത്തോടു കൂടിയുള്ള വധുവിൻ്റെ വീട്ടിലേക്കുള്ള പ്രയാണം വധുവിൻ്റെ വീട്ടുകാരെയും അവിടെ കൂടിയവരെയും വളരെയേറെ സന്തോഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പഴയ കാലത്തേക്ക് മാപ്പിള കലകളുടെ സുവർണ കാലഘട്ടത്തിലേക്ക് ഈ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ യുവജന സമൂഹം മാറിപ്പോകേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഈ ഇത്തരത്തിലുള്ള കലാപരിപാടിക്ക് ഈ പ്രദേശത്തെ ഇതിൻ്റെ ഈ ചാനൽ പ്രേക്ഷകരുടെ മുഴുവൻ സഹകരണവും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഒത്തുചേർന്ന മുഹ്യിദ്ദീൻ മാല കേരളീയർക്ക് സുപരിചിതമാണ്. അതേപോലെ പോരാട്ടങ്ങളുടെ കഥകൾ പറയുന്ന ബദർപാട്ട്, അതേപോലെ പടപ്പാട്ട് എന്നിവ ഈ കേരളീയ സമൂഹം ഒന്നാകെ സ്വീകരിച്ചു എന്നുള്ളതാണ് പരമയാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള മാലപ്പാട്ടുകളെയും പടപ്പാട്ടുകളെയും പറ്റി വലിയ പാണ്ഡിത്യമുള്ള പഴയ കാലത്ത് പുതിയ തലമുറക്ക് ഇത്തരത്തിലുള്ള പടപ്പാട്ടുകളെയും മാലപ്പാട്ടുകളും പഠിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെയുള്ളത്, ബഹുമാന്യനായ അബ്ദുല്ല ബങ്കല. അദ്ദേഹം നമുക്ക് മുഹ്യിദ്ദീനിൽ നിന്നും കുറച്ച് വരികളൊക്കെ നമ്മുടെ മുമ്പിൽ പാടിത്തരും. ആദ്യമായി അദ്ദേഹം ബദർ പാട്ടിൽ നിന്നുള്ള ഏതാനും വരികൾ അദ്ദേഹത്തോട് പാടുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഞാൻ ബദർപട പാട്ടിൽ നിന്നുള്ള ഏതാനും 2 വരി ഇപ്പോൾ പാടാൻ പോവുകയാണ്. പുറപേട്ട ബുജാഹിലുടം കിബ്ർ പൊങ്കിയലുന്ത് ലിബാസ് ചമൈന്ത് പുതുമാഹസബിട്ടുകൾ വൈത്ത് ഹരീറുമുടുത്തിടവേ മികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പുതുവായി എടുത്തൊരു ഹാത്തമ്പിരൽക്ക് പതിത്തിടലായി മറിയും സുവനം പല ജൗഹറും വെത്ത് പണിത്തൊരു താജത് ചൂടി മനതിൽ കിബിറത്തിനെ ഏറുവതത്തിനെയും ചിതമായി പുനയവനാക വജ്രമാം ഒരു വാൾ കഴിക്കകമേ നടുമേട വട്ടയുമേ അതിനകം മഹാപേരുകളൊക്കെ ഇതത്തിലെടുത്ത് പതിത്തിടവേ ഇരിക്കുന്നത് ഓൻ പുറപ്പെടുന്ന ഒരു രംഗം അതാണ് കവി പാടി കേൾപ്പിച്ചത്. ഏറ്റവും വലിയ പോരാളിയായിരുന്നു ബദർപടയോട്. അങ്ങനെയുള്ള ആ അബൂജഹലിനോട് ഇത്രയും ചുരുങ്ങിയ ആൾക്കാർ പടപെടുത്തുമ്പോൾ അതിലുണ്ടായിരുന്ന ആ ഒരു ഗൗരവത്തിന് വേണ്ടിയാണ് അബൂജഹലിൻ്റെ ആ പുറപ്പാടിനെ കുറിച്ച് പറഞ്ഞത് കവി. ശത്രുപക്ഷത്ത് ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തായിരുന്നല്ലോ അബൂജഹൽ. അതെ, അബൂജഹലിനെ പോലെയുള്ള പ്രഗത്ഭരായ വേറെ ഏതെങ്കിലും ശത്രുപക്ഷത്തുള്ള ഒരു യോദ്ധാവ് വേറെ ഉണ്ടായിരുന്നു? വേറെ ഉണ്ടായിരുന്നല്ല, വേറെ ഓരോ പടയിലും ഓരോരുത്തരും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ ശത്രുവായി ആദ്യം റസൂലുള്ളാഹിക്ക് നേരിടേണ്ടി വന്നത് അബൂജഹലിനെയായിരുന്നു. അങ്ങനെയാണ് മൊയിൻകുട്ടി വൈദ്യർ ഈ അബൂജഹൽ യുദ്ധത്തിന് പുറപ്പെടുന്നതിനെ കുറിച്ചും യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾക്ക് കോപ്പുകൂട്ടുന്നതിനെ കുറിച്ചും ഇങ്ങനെ വർണ്ണിക്കാനുണ്ടായ കാരണം. അതെ, അതേപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്
വലിയ ഇസ്ലാമിക പണ്ഡിതനും നിമിഷ കവിയും സൂഫി വര്യനുമായിരുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായിരുന്ന ഖാലി മുഹമ്മദ് രചിച്ചതാണല്ലോ മുഹ്യിദ്ദീൻമാല. അതെ, മുഹ്യിദ്ദീൻമാല ഖാലി മുഹമ്മദ് രചിച്ചതാണ്. ആ മുഹ്യിദ്ദീൻമാലയിൽ നിന്ന് ഏതാനും വരികൾ അങ്ങ് ആലപിക്കണം, ഒന്ന് അവതരിപ്പിക്കണം. കശമേറും രാവിൽ നാടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ നോക്കീൻ ചെറുതേനെ കാടന്നെടുത്താലും നോടീൻ മധുര കൂറവാതിനില്ലാമേ. അതിനെക്കുറിച്ച് കവി പറയുകയാണ്. എങ്ങനെ ഈ മുഹ്യിദ്ദീൻമാല എന്ന് പറഞ്ഞെങ്കിൽ അതിന് എത്ര ചെറിയ ആൾക്കാർ ഏതൊരു കാടന് അതിനെ പാടിയാലും പിന്നെ ഈ ചെറുതേൻ്റെ മധുരത്തിന് യാതൊരു കുറവില്ലല്ലോ. അതുപോലെയാണ് മുഹ്യിദ്ദീൻമാല എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് കവി അങ്ങനെ പറഞ്ഞത്. എങ്ങനെ ഈ ചെറുതേൻ എന്ന് പറയുന്ന തേനിനെ ഒരു കാടനെടുത്താലും അതിനിക്ക് മധുരം ഒട്ടും കുറവില്ല എന്നത്. നോക്കിയും ചെറുതേനെ കാടനെടുത്താലും നോടീൻ മധുര കൂറവാതിനില്ലാമേ. വലിയ പ്രചാരമുള്ള പാട്ടുകളാണ് കിസ്സപ്പാട്ടുകൾ. ബദർ കിസ്സപ്പാട്ട് ഒക്കെ ഇന്ന് കേരളീയ സമൂഹത്തിന് വലിയ സുപരിചിതമായ പാട്ടുകളാണ്. അങ്ങ് ഈ വിഷയത്തിൽ ഒരുപാട് പഠിക്കുകയും പുതിയ തലമുറയെ പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു കിസ്സപ്പാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു 2 വരി അങ്ങ് അവതരിപ്പിക്കും. ശരി, അവതരിപ്പിക്കാം. ഇത് ബദർ പാട്ടിൻ്റെ കിസ്സയിൽ വെച്ച് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു പാട്ടായിരുന്നു ഈ ബംബുറ്റ ഹംസ റളിയല്ലാഹു എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഞാനൊരു 2 വരി പാടാം. ബംബുറ്റ ഹംസ റളിയല്ലാഹു ജാഡിട്ടെമ്പിയാസ് വതിരിമാരേടാ വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കൂടി കൊന്നവനാരേടാ. ബമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, ബന്നിബിലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ. കൊമ്പിക്ക് മാമാദം കെട്ടിയുള്ളേ മട്ടെ, കുറിയ വാക്കിന് കേട്ട് വേളിപ്പെട്ടെ. സംസാരിക സാരിക ഫമകരിങ്കാരി മകരിക തകും തക ദിം ദിം ദിങ്കിങ്കിങ്കിണ അംഗങ്ങുള ചങ്കങ്ങളും താളം താരി കീട ചെടുതത്താതിമിതക്കളി കൊണ്ടാനേ. ബംബുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടെമ്പിയാസ് വതിരിമാരേടാ വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കൂടി കൊന്നോനാരേടാ. ഹംസ റളിയല്ലാഹു എന്നുള്ള തുടങ്ങുന്ന ഈ പാട്ട് എന്താണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ സഹാബാക്കളിൽ വെച്ച് ഏറ്റവും വലിയൊരു പോരാളിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. പക്ഷേ മറുപക്ഷത്ത് വെച്ച് അസ്വദി എന്ന് പറഞ്ഞാൽ 18 ആയുധങ്ങൾ കൊണ്ട് പടയെടുക്കുന്നൊരു ധീരശൂര പരാക്രമിയായിരുന്നു. അദ്ദേഹത്തെ വെല്ലുവാൻ ഹംസ റളിയല്ലാഹു അൻഹുവിനല്ലാതെ വേറെ ഒരാൾക്കും സാധിക്കുകയില്ല. അങ്ങനെ ഈ 18 ആയുധം കൊണ്ട് പടപൊരുതുന്ന അസ്വദിനോട് പടപൊരുതാൻ വേണ്ടി ഹംസ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി ഏൽപ്പിക്കുന്നു. അതാണ് ഇത്രയും ഒരു പ്രാധാന്യമുള്ള ഒരു കവിയായി അതിനെ രചിച്ചത്. പറഞ്ഞതുപോലെ കൈമുട്ട് പാട്ടുകൾ സാധാരണമായി അല്ലെങ്കിൽ സാർവത്രികമായി കല്യാണ വീടുകളിലൊക്കെ കൈമുട്ട് പാട്ടുകളിൽ ഏതെങ്കിലും ഒരു പാട്ടിൽ നിന്ന് ഒരൽപ്പം അങ്ങ് അവതരിപ്പിക്കും. പത്തരമാറ്റും പളപളമിന്നും മാണിക്ക പെണ്ണെ പെണ്ണെ ഇന്ന് നിന്റെ മംഗലമാണ് മൈലാഞ്ചി പെണ്ണെ പെണ്ണെ മൈലാഞ്ചി പെണ്ണെ. പട്ടികിടക്കയിൽ വ്യക്തികിരുന്ന് പരിസരമാകയിൽ മായി മറന്ന് പാടിയുറക്കാനായി പഞ്ചവർണ്ണ പൈങ്കിളി പോലുള്ളൊരു മൊഞ്ചത്തി മണിയറയിൽ മതിമൊണ്ടെത്തി. നീക്കുണ്ട് പയ്യല് വീറായത്തിൽ ഒത്തോരുമീത്ത് കാളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റോരു വാക്കു ഞാൻ തെറ്റിടാതെ അയ്യാവൻ നാമത്താൽ
മൊയ്യും തുജാർ അമേയൻ നാമം നെജിമത്തെണ്ടും നാങ്കൾ കാസയും വൻ വീസ് വാസം വന്നേ ഒയ്യേ നീക്കുണ്ട് പയ്യലു വീറായത്തിൽ ഒത്തോരുമീത്ത് കാളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റൊരു വാക്കു ഞാൻ തെറ്റിടാതെ. ജഡം തന്നിൽ നിന്നു ജീവൻ പാറി പറക്കുമുൻ ജഗത്തിൽ നിന്നൊരുവന പേടിച്ചോ ജയം നേടി മടങ്ങിച്ചെന്നാലെന്നാഹിറത്തിൽ ജയിലില്ല വിജയോമെന്നോർമ്മിച്ചോ. കെട്ടുകൾ മൂന്നും കെട്ടുപിണഞ്ഞ കട്ടിലേറ്റു നടക്കുമ്പോൾ കുട്ടികളും കുടുംബങ്ങളും മറ്റും പൊട്ടിയളൂത് കിടക്കുമ്പോൾ കെട്ടുകൾ മൂന്നും കെട്ടുപിണഞ്ഞ കട്ടിലേറ്റ് നടക്കുമ്പോൾ കുട്ടികളും കുടുംബങ്ങളും മറ്റും പൊട്ടിയളൂത് കിടക്കുമ്പോൾ കൂറിനൊരാളില്ലാത്ത കൂറിരുൾ കുഴി കുടിപാർപ്പിച്ചവരൊക്കെ പോരുമ്പോൾ ചൊടിയോടെ വരും മലക്കോറവേനിലോതാൻ മടിയാതെ പാടിച്ചോ നീ വാഴുമ്പോൾ. ഭക്ഷണം തന്നിരും രക്ഷകനെ നീ ലക്ഷ്യമെല്ലാം നിറവേറ്റിടണേ ശിക്ഷകളൊക്കെയുമേ പൊരുൾ തന്നിൽ രക്ഷ ചൊരിക്ക് പരാപരനെ. ഭക്ഷണം തന്നിരും രക്ഷകനെ നീ ലക്ഷ്യമെല്ലാം നിറവേറ്റിടണേ ശിക്ഷകളൊക്കെയുമേ പൊരുൾ തന്നിൽ രക്ഷ ചൊരിക്ക് പരാപരനെ. ഹാവിയെ പിരിക്കുന്ന നേരം മറക്കാതെ നാവാലെ കെളിമായെ ചൊല്ലുവാൻ ആവത് തരണം നിന്നോടി നിരക്കുന്നു ഞങ്ങളിൽ സബ് ലോകനായക. പൊന്മുഖനെ പിന്നൊന്ന് പോയി ചെന്ന് കാണുവാനായി ഏകണം നീ റഹ്മാനേ. പൊന്നീറ പൊന്നുമായി പൊൻകാതിർ ദേഹമായ പുഞ്ചിരി തൂകുന്ന നബിയേ എന്റെ പൊന്മുഖനെ പിന്നൊന്ന് പോയി ചെന്ന് കാണുവാനായി ഏകണം നീ റഹ്മാനേ. നാളെ പരലോകം ചെന്നാൽ ഞങ്ങളിൽ സഫീഅ തങ്ങൾ മറ്റാരും ഞങ്ങളില്ലല്ലോ റബ്ബേ. നാളത്തെ ദിനം തന്നിൽ നാണം കെടുത്താതെ ഞങ്ങളെ മന്നർ സഫാത്തിൽ ചേർത്തിടണേ. പന്നീര പൊന്നുമായ പുഞ്ചിരി തൂകുന്ന നബിയേ പൊന്മുഖനെ പിറന്ന് പോയി ചെന്ന് കാണുവാനായി ഏകണം നീ റഹ്മാനേ. സന്മാർഗം കാട്ടിത്തന്ന സയ്യിദുൽ അംബിയായ സാദിഖറായ റസൂലല്ലേ തങ്ങൾ ശാശ്വത സുബർക്കത്തിൽ സയ്യിദാം റസൂലവരിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനേ. പൊന്നീറ പൊന്നുമായ പൊൻകാതിർ ദേഹമായ പുഞ്ചിരി തൂകുന്ന നബിയേ എന്റെ പൊന്മുഖനെ പിന്നൊന്ന് പോയി ചെന്ന് കാണുവാനായി സഹിക്കാതെ വെയിലുള്ള സഹായത്തിനാരുമില്ല ഈ സാധുവായ മനുഷ്യരിൽ റബ്ബേ. സഫിയുൽ സുൽത്താൻ അവരെ കൊടി തണലിൽ കൂട്ടി ഞങ്ങളെ രക്ഷിക്കണം റഹ്മാനേ. പൊന്നീറ പൊന്നുമായ സക്കറാത്ത് സമയത്ത് കണ്ണുനീരൊലിപ്പിച്ച് പിടിച്ചതും മത്തിയെന്നല്ലേ തങ്ങൾ സാഹിബുൽ കൗസരെ കുടിതീര് കുടിക്കുവാൻ ഏകണം നീ റഹ്മാനേ. പൊന്മുഖനെ പിറന്ന് പോയിട്ടൊന്ന് കാണുവാനായി ഏകണം നീ റഹ്മാനേ. സന്തോഷപൂവായ സാധാരണ സഖിയായ സാധിക്കരേ
മുന്നിൽ കാട്ടണമേ റബ്ബേ സക്രാത്ത് എത്തും മുമ്പ് ഒരു കണ്ണുനീര് ശരീഫ് റൗളയിലൊത്തിക്ക് വൈര പൊന്നുമായ പൊൻകാതിരമായ വഞ്ചിരി തൂകുന്ന നബിയേ വന്മകനെ മിഹന്ന് പോയിന്ന് കാണുവാനായി ഏകണം നീ റഹ്മാനേ സകല മഖ്ലൂഖും സഫായി അണി നിന്ന സമയം തങ്ങളാണല്ലോ മുമ്പിൽ സദാനാടും സഖിയായ സഫാത്തിന്നോരെ സഫാത്തിലങ്ങളെ കൂട്ടേണേ വലിയ പൊന്നുമായ പൊൻകാതിരമായ പുഞ്ചിരി തൂകുന്ന നബിയേ പൊന്മുറാനെ മിഹന്ന് പോയൊന്ന് കാണുവാനായി അബുവാണോരപ്പോൾ ജവാബ് മകനിലെ അബുവാണോരപ്പോൾ ജവാബ് മകനിലെ അരിമക്കാനിയേണം കാണും ഖിയാമം നാളെ തന്നീരെല്ലാരും കൊടും സംഗതിയിലേത് സ്ഥലത്ത് ഞാൻ വന്നിനോടും എവരും മാടുക്കും സീറാത്തുങ്ങലെത്തിച്ചോടെ ഇല്ലെങ്കിൽ മീസാന തട്ടുങ്ങൽ ചെന്നിനോട് സവിതരോടപ്പോൾ മകനോ നീ തോക്കും രണ്ടേ തട്ടുമായി 500 കൊല്ലം വൈ ദൂരമുണ്ട് ഉണ്ടാമാതിരേത് കൊള്ളവാരൊന്ന് ഞാനേ നീ തലമന്റെ തട്ടോടാണുത്തോ മോനെ കണ്ടില്ല എങ്കിൽ മത്സരാവൻ സഭയിൽ കാണും മാലിക്കുൽ ജബ്ബാറിന്റെ മുന്നിടയിൽ രണ്ടും മോഹിനി മുഅ്മിനീൻ രണ്ട് സപ്പ് ഏത് സ്ഥാനത്താകും ബാബാവും മദനിപ്പ് കണ്ടറിവോടിയുള്ള സന്തതി തന്റെ വാക്കാം കേട്ടോരീദോസികൾ കൂട്ടത്തിൽ ചെന്തി നോക്കാൻ കണ്ടില്ല എങ്കിൽ മഹ്ശറാവൻ സഭയിൽ
തനതന്ത താനാതന്ത താനാതന്തിന്നു തനതന താനാതന്തിന്നു ആഹാ താനാതന്തിന്നു തനതന്ത തനതന ആഹാ തരുവാട്ട തിരുനെ വിജയത്തിലെങ്കി കുറച്ചുകളിടയിൽ പൊങ്ങി മോടിത്തി മങ്ങി തനതന്ത താനാതന്ത ഇടയിലെ പോറത്തിൽ ചൊല്ലി തങ്ങൾ മുസത്തെ തങ്ങളില്ല സൗദത്തെ കൽപ്പിത്തെ അതിൽ സംഹാരിയിൽ ബത്തെ ഒരു ശരി മഹാസീനത്തെ മാനം കൊടുത്തെ അർഹതീകാരം ചേർത്ത് അത് പഠിപ്പിരുത്തേ പാടി ചിത്തിര പത്തിയോ വെടി നാടി പല പല കോടി കാണുത്തെ മാണിക്കും മാണിക്കും വാടത്തു ചുട്ടി മകർന്ന കാലകത്തുട്ടി പൊരുത്തമ്പിയായി സാപ്പൂവി ചമഞ്ഞാലേ പൂനലി വസകെ എങ്കി മാറിന്താനേ മുറുകെ തുകയും ഞാറിഞ്ഞിട്ടുടുത്താനേ മാറ്റും പല പല പാട്ടും കുറിത്താനേ കരമിൽ കടകങ്ങൾ മാറ്റേറും പൊന്നാലേ ാത്തി മാറിയും വാളാ കാണും പിന്നാലെ പെരുമാൻ കഴുത്തിൽ പാദത്തും വൈലത്താലേ പരിസത്തെ മലതാരം തരം മുത്താലേ തങ്കപ്പൻ മോദിയം പാണം ചിലമ്പും പാതിക്കുള്ള